കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കേന്ദ്ര നിരീക്ഷകർ ഇന്ന് രാത്രി തലസ്ഥാനത്തെത്തും. നാളെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നതിന് മുമ്പ് 63 കോൺഗ്രസ് എംഎൽഎമാരുടെ അഭിപ്രായങ്ങൾ നേരിട്ട് നിരീക്ഷകർ ചോദിച്ചറിയും. അജയ് മാക്കൻ, മുകുൾ വാസനിക് തുടങ്ങിയവരാണ് ഹൈക്കമാൻഡ് പ്രതിനിധികളായി കേരളത്തിലേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തി. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, നിർണായകമായ ചർച്ചയാണ് നാളെ നടക്കാൻ പോകുന്നത്. ഇതിനിടയിൽ ചരടുവലികൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. വി.ഡി. സതീശന്റെ വീട്ടിലേക്ക് പിന്തുണയുമായി എത്തുന്ന എംഎൽഎമാരുടെ എണ്ണമുണ്ട്. അതേസമയം രമേശ് ചെന്നിത്തല ഡൽഹി കേന്ദ്രീകരിച്ച് നീക്കം നടത്തുന്നു. കെ.സി. വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിച്ച് കേരളത്തിലും നീക്കങ്ങൾ നടക്കുന്നു. നാളെ നടക്കാൻ പോകുന്ന നടപടിക്രമങ്ങൾ എന്താണ് ഇപ്പോഴത്തെ കോൺഗ്രസിലെ രാഷ്ട്രീയ ചർച്ച? ചരിത്ര വിജയത്തിന് പിന്നാലെയാണ് 3 നേതാക്കളുടെ പേരുകൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അവരുടെ അനുഭാവികളും അനുയായികളും പ്രവർത്തകരും നേതാക്കളുമൊക്കെ വലിയ തരത്തിൽ സൈബർ ഇടങ്ങളിൽ പ്രചാരണം ശക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് പ്രതിനിധികളെ തിരുവനന്തപുരത്തേക്ക് അയക്കുന്ന കാര്യത്തിൽ അന്തിമമായൊരു ധാരണയിലേക്ക് എത്തിയത്. അങ്ങനെയാണ് അജയ് മാക്കൻ, അതോടൊപ്പം മുകുൾ വാസ്നിക് എന്ന പേരുകളിലേക്ക് മല്ലികാർജ്ജുന ഖാർഗെ എത്തുകയും ഇന്ന് രാത്രി തന്നെ അവരോട് തിരുവനന്തപുരത്ത് എത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇന്ന് രാത്രിയോടെ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തുന്ന ഹൈക്കമാൻഡ് പ്രതിനിധികൾ നാളെ രാവിലെ 10:30 KPCC ആസ്ഥാനത്ത് വെച്ച് 63 കോൺഗ്രസ് എംഎൽഎമാരുമായി ആദ്യ നിയമസഭാ കക്ഷി യോഗം ചേരും. ആ യോഗത്തിൽ വെച്ചായിരിക്കും ആരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കണം എന്ന കാര്യത്തിൽ എംഎൽഎമാരുടെ അടക്കം വ്യക്തിപരമായ അഭിപ്രായം ഈ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി എത്തുന്ന പ്രതിനിധികൾ തേടുക. രഹസ്യമായി അവർക്ക് ഈ ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നതിനുള്ള അവസരമൊരുക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. വി.ഡി. പക്ഷമാണ് ഈ ആവശ്യം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അത് പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം ഈ ഹൈക്കമാൻഡ് പ്രതിനിധികൾ എംഎൽഎമാരിൽ നിന്ന് പിന്തുണ തേടുന്നതിനൊപ്പം, അതായത് അവരുടെ അഭിപ്രായം ആരായുന്നതിനൊപ്പം എംപിമാരുടെയും മുൻ KPCC അധ്യക്ഷന്മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് നിലപാടുകൾ ആരായും അതിനുശേഷം ആ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കും. തുടർന്ന് ഈ ആദ്യ നിയമസഭാ കക്ഷി യോഗത്തിന് പിന്നാലെ പ്രധാനപ്പെട്ട നേതാക്കളെ സംസ്ഥാനത്ത് നിന്ന് ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡുമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വിളിപ്പിക്കും. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ആരാകണം കേരളത്തിൽ മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു ചിത്രം തെളിയുക. അവിടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എടുക്കുന്ന നിലപാട് നിർണായകമായി മാറും എന്നാണ് ഇപ്പോഴും ലഭിക്കുന്ന സൂചനകൾ. 1 ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന നിലപാടിൽ 3 മുതിർന്ന നേതാക്കളും ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ സോണിയാഗാന്ധി എടുക്കുന്ന നിലപാട് തന്നെയായിരിക്കും വിഷയത്തിൽ നിർണായകമായി മാറുകയെന്നാണ് സൂചന. അതാണ് സാഹചര്യം. സോണിയാഗാന്ധി നിർണായകമാകും. സോണിയാഗാന്ധിയുടെ നിലപാടുകൾ സാധാരണ രീതിയിലുള്ള കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പല്ല. ഇത്തവണ സങ്കീർണതകൾ ഏറെയുണ്ട്. രമേശ് ചെന്നിത്തല എന്തായാലും സോണിയാഗാന്ധിയെ കണ്ടു കഴിഞ്ഞു. എന്ത് സംഭവിക്കും? നാളത്തെ ദിവസം നിർണായകമാണ്. ഇതിനിടയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ചരടുവലികൾ ശക്തമായിരിക്കെ രമേശ് ചെന്നിത്തല ഡൽഹിയിലുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കമില്ലെന്ന് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഇതൊരു പ്രോസസ്സാണ്. സാധാരണഗതിയിൽ ഹൈക്കമാൻഡ് പ്രതിനിധികൾ വരുന്നു, അവരെല്ലാവരുമായിട്ട് സംസാരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അവർ ഹൈക്കമാൻഡ് റിപ്പോർട്ട് കൊടുക്കുന്നു, പാർട്ടി നേതൃത്വം തീരുമാനം എടുക്കുക. അത് എപ്പോഴുള്ള കാര്യമല്ലേ, പുതിയതായിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ. ഒരു മത്സരത്തിന്റെ ആവശ്യമില്ല. എല്ലാവരും MLA-മാർക്കെല്ലാം കാര്യങ്ങൾ അറിയാവുന്നവരാണ്. അത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തീരുമാനമെടുക്കും. പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ഈ MLA-മാരുടെ നമ്പർ എന്ന് പറയുന്നത് ആപേക്ഷികമാണോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം ഹൈക്കമാൻഡിന്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ്. അവരാണ് എന്ത് നടപടി വേണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം അവരേത് മോഡ് ഓഫ് ഓപ്പറേഷൻ വേണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കും. പ്രതിനിധികൾ വന്ന് എല്ലാവരോടും സംസാരിച്ച ശേഷം അവർ റിപ്പോർട്ട് കൊടുക്കും. അതിനുശേഷമാണ് കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽജിയും സോണിയാജി ഉൾപ്പെടെയുള്ളവരടുത്ത് തീരുമാനമെടുക്കും. അല്ല, കാലതാമസം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം ഇന്ന് തന്നെ പ്രതിനിധികൾ വരികയല്ലേ, പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങുകയല്ലേ. തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലൊന്നും തീരുമാനമായിട്ടില്ലല്ലോ. കേരളത്തിൽ മാത്രം താമസിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണ്? കേരളത്തിൽ മിന്നുന്ന വിജയമല്ലേ ഉണ്ടായത്? ജനങ്ങൾ ആവേശപൂർവ്വമാണ് UDF-നെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വോട്ട് ചെയ്തത്.
അതിൽ ഞങ്ങൾക്ക് അവരോടെല്ലാം നന്ദിയുണ്ട്. വോട്ടർമാർ നിരാശയാവോ? ഒരിക്കലും നിങ്ങളെന്ത് വർത്താനം ഈ പറയുന്നത്? തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചത് വി ഡി സതീശനാണെന്നും അതുകൊണ്ട് സ്വാഭാവികമായി ആ പദവിക്ക് ഒരു സ്വാഭാവിക നീതി എന്നുള്ള രീതിയിൽ സതീശനാണെന്ന് അർഹൻ എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ചകള് ഒരു ഭാഗത്ത് സജീവമാകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വി ഡി സതീശന് വേണ്ടി വലിയ മുറവിളിയുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, ആണോ? അല്ലല്ലോ. ഫ്ലക്സ് വെക്കുന്നതുകൊണ്ടാണോ തീരുമാനം ഉണ്ടാകുന്നത്? അതൊക്കെ ആദ്യം അനുയായികൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതൊന്നും കൊണ്ട് വലിയ കാര്യമില്ല. ഫ്ലക്സ് വെക്കാനും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് അതൊന്നും അല്ലല്ലോ വിഷയം. പക്ഷെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അവരെടുക്കും. അതാണ് സാഹചര്യം. ഏതായാലും രമേശ് ചെന്നിത്തല പ്രതീക്ഷയിലാണ്. അദ്ദേഹത്തിന്റെ ഡൽഹി സന്ദർശനത്തിന്റെ ലക്ഷ്യവും അതുതന്നെയാണ്. ഇതിനിടയിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയിൽ സമുദായ നേതാക്കളും അഭിപ്രായം പറഞ്ഞു തുടങ്ങി. ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയിൽ പരോക്ഷ അഭിപ്രായ പ്രകടനമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും നടത്തിയത്. രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനുമാണ് പിന്തുണയെന്ന് സൂചിപ്പിച്ച ഇരുവരും വി ഡി സതീശനെ പരോക്ഷമായി തള്ളിക്കളയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് മുമ്പ് വി ഡി സതീശനെതിരെ അതിരൂക്ഷമായ വ്യക്തി അധിക്ഷേപം നടത്തിയ ഇരുവരും ഇപ്പോൾ ഇക്കാര്യത്തിൽ മലക്കം മറിഞ്ഞു എന്ന പ്രത്യേകതയുമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചെന്നിത്തലയെ പിന്തുണച്ച് രാവിലെ ആദ്യം രംഗത്ത് വന്ന G. സുകുമാരൻ നായരാണ്. ചെന്നിത്തല യോഗ്യനാണ്, എന്നാൽ താക്കോൽ സ്ഥാനം പോലെയുള്ള പ്രസ്താവനകൾ ഉണ്ടാവില്ല, ചിലരുടെ മിടക്കുകൊണ്ടുണ്ടായ വിജയമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെന്നും വി ഡി സതീശനെ കുത്തി സുകുമാരൻ നായർ പറഞ്ഞു. അർഹതയുള്ള ആളുകളെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്ന ഒരു കീഴ്വഴക്കമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അത് നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ പ്രതിപക്ഷത്തെ നയിച്ചത് വി ഡി സതീശനാണ്. വി ഡി സതീശൻ തന്നെ വരട്ടെ എന്ന തരത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹത്തിനേക്കാൾ സീനിയറായിട്ടുള്ള ആളുകൾ അതിനകത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത്. NSSന്റെ മനസ്സ് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണോ? അങ്ങനെയാണോ വായിച്ചെടുക്കേണ്ടത്? ആർക്ക്? NSSന്റെ എൻ്റെയോ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആരെ വേണേ അവർ തിരഞ്ഞെടുത്തോട്ടെ, പക്ഷെ അർഹത നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. ഇതിനിടയിൽ മുമ്പ് പറഞ്ഞ അധിക്ഷേപ വാക്കുകളൊക്കെ വിഴുങ്ങിയാണ് വി ഡി സതീശൻ പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവായിരുന്നുവെന്ന വാക്കുകൾ. വെള്ളാപ്പള്ളിയുടെ ഈ പ്രതികരണം മുഖ്യമന്ത്രിയാവേണ്ടത് ചെന്നിത്തലയാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. സതീശൻ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം 5 കൊല്ലം വിരൽ ചൂണ്ടിരുന്നുകൊണ്ട് പ്രഗത്ഭമായ രീതിയിൽ പ്രതിപക്ഷ നേതാവെന്നുള്ള ആ പ്രവൃത്തി അദ്ദേഹം ചെയ്തു എന്നുള്ളത് നേരെ തന്നെയാണ്. രമേശ് ചെന്നിത്തല അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ ആള്, ഏറെ നാൾ പ്രവർത്തന പാരമ്പര്യം പരിചയമുള്ള ആള്, മെയ്വഴക്കമുള്ള ആള്, എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള നയവും നയജാതിരയുള്ള ഒരു നേതാവ് രമേശ് ചെന്നിത്തല. വി ഡി സതീശനെതിരെ മുമ്പ് നടത്തിയ പ്രസ്താവനകളെല്ലാം ഇപ്പോൾ അത് മലക്കം മറിയുകയാണ് ഇരു നേതാക്കളും, അതായത് വെള്ളാപ്പള്ളി നടേശനും G. സുകുമാരൻ നായർ. മുമ്പ് ഈ വിഷയത്തിൽ ഇരുവരും പറഞ്ഞ വാക്കുകളൊക്കെയാണ്. ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാർ കേരളത്തിൽ ഞാൻ കണ്ടവനാണ്. ഇത്രയും പ്രായത്തിലുണ്ട് ഇത്രയും ദാർഢ്യമായിട്ടും അഹങ്കാരമായിട്ടും പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഞാനായിട്ടില്ല. മാത്രമല്ല അദ്ദേഹം എപ്പോഴും ഒരു വിരോധം മനസ്സിലാക്കിയിരിക്കുന്നു. മതസാമുദായിക നേതാക്കന്മാരുടെ തിണ്ണനിരക്കുന്ന സമ്പ്രദായം ഇല്ല. ഇത് പറയുന്നത് 24 മണിക്കൂർ പോലും കഴിയാതെ അതിനു മുമ്പാണ് പറയുന്നത്. 1.5 മണിക്കൂർ നേരം അവിടെ വന്ന് എൻ്റെ അടുത്ത് കാവലിരുന്ന് ഇലക്ഷൻ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിനെ ഫോൺ ചെയ്തിട്ട് ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, എല്ലാ വീട്ടിലും പോകണം കേട്ടോ, ഒന്നുമില്ലേ അയാളുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും തിരുത്തണം, അല്ലെങ്കിൽ അയാൾ രക്ഷപ്പെടത്തില്ല, ഞാനാ പറയുന്നത്. ഇതിനിടയിൽ വെള്ളാപ്പള്ളി മുമ്പ് നടത്തിയ ഒരു പ്രസ്താവന കൂടി ഈ സമയത്ത് ചർച്ചയാവുകയാണ്. കാരണം 98-100 സീറ്റുകൾ കോൺഗ്രസ് നേടിയാൽ താൻ SNDP യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന പ്രസ്താവന കൂടിയാണ് നേരത്തെ വെള്ളാപ്പള്ളി നടത്തിയത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് മലക്കം മറിഞ്ഞു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി. 100 സീറ്റോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചത്. പക്ഷെ അത് വരുമെങ്കിൽ അന്ന് കാക്കമലെന്ന് പറഞ്ഞാലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കോൺഗ്രസ് 100, ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്നിട്ട് വെല്ലുവിളിക്കുകയാണ്, ആ 100 2 കുറച്ചോ 98 കിട്ടുമെങ്കിൽ കിട്ടിയില്ല എങ്കിൽ വി ഡി സതീശൻ
ഇന്ന് അദ്ദേഹത്തിൻ്റെ പദവി രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിന് പോകാവോ? ഞാനാണെങ്കിൽ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ ഈ സതീഷ് തയ്യാറാണോ? ഇങ്ങനെ ഉണ്ടയില്ലാത്ത വെടി ഏതാണ്ട് അദ്ദേഹമാണ് എല്ലാം സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നത് 100 സീറ്റ് അടുത്ത തെരഞ്ഞെടുപ്പിൽ നേടും എന്ന് പറഞ്ഞ് അദ്ദേഹം മുഖ്യമന്ത്രി ചമയാൻ തയ്യാറായി നിൽക്കുകയാണ്. UDF 100 സീറ്റ് കിട്ടിയാൽ അന്ന് SNDP ജനറൽ സെക്രട്ടറി രാജിവെക്കുമെന്ന് പറയുന്നത് അങ്ങനെ പലതും പറഞ്ഞാണ്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇതാണ് വെള്ളാപ്പള്ളിയുടെ മലക്കം മറിച്ചൽ. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ മലക്കം പറയുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളിയും ജി സുകുമാരൻ നായരും യഥാർത്ഥത്തിൽ പെട്ടുപോയി എന്നതാണ് UDFന്റെ ഈ വലിയ വിജയം കൂടി തെളിയിക്കുന്നത്. എന്താണ് ഇവരുടെ തിരുത്തൽ ഇപ്പോൾ? സജിത്തെ, സാധാരണ നാട്ടുഭാഷയിലൊക്കെ പറഞ്ഞാൽ ലേശം ഉളുപ്പ് വേണമെന്ന് ആർക്കും തോന്നിപ്പോകുന്ന തരത്തിലാണ് വെള്ളാപ്പള്ളി നടേശനായാലും ജി സുകുമാരൻ നായരായാലും ഇന്ന് പ്രതികരണം നടത്തിയത്. ഈ രണ്ടുപേരുടെയും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രതികരണം അറിയാം. ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിക്കുകയും ഇടതുപക്ഷത്തിന്റെ വിജയം പ്രവചിക്കുകയും ഒക്കെ ചെയ്തവരാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ പച്ചയ്ക്ക് തന്നെ പറഞ്ഞു. ജി സുകുമാരൻ നായർ അത്രയ്ക്ക് പറഞ്ഞില്ല എങ്കിലും പരസ്യമായി തന്നെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടും പിണറായി വിജയന്റെ തിരുത്തലുകളെ സംബന്ധിച്ചുമൊക്കെ പ്രശംസിക്കുകയും രണ്ടുപേരും വിമർശനമായിരുന്നില്ല പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉന്നയിച്ചത്. രണ്ടുപേരും വ്യക്തിപരമായ അധിക്ഷേപമാണ് VD സതീശനെതിരെ ഉന്നയിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ബഫൂൺ എന്നൊക്കെയാണ് വിളിച്ചത്. ഇങ്ങനെ ഒരു ജോക്കർ ഉണ്ടോ എന്നൊക്കെയാണ് വിളിച്ചത്. അതോടൊപ്പം തന്നെ സുകുമാരൻ നായർ പറഞ്ഞത് ഇവിടെ തിണ്ണനിറങ്ങി ഇവിടെ KC വേണുഗോപാലിനൊപ്പം വന്നു, കാപ്പി കുടിച്ചിട്ടേ പോകൂ എന്ന് നിർബന്ധം പിടിച്ച് ഇവിടെ ഇരുന്നു. അവസാനം കാപ്പിയും കുടിച്ചിട്ടാണ് പോയത്. എന്ന് വെച്ചാൽ ഇവിടുന്ന് എന്തോ കഴിച്ചിട്ട് പോയ ആളാണ്, അങ്ങനെ നന്ദികേട് കാണിക്കുന്ന മട്ടിൽ ഇങ്ങനെ ഒരാളെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ കനത്ത തിരിച്ചടിയായിരിക്കും UDFന് ഉണ്ടാകാൻ പോകുന്നത്. ഈ മട്ടിൽ ധാർഷ്ട്യമുള്ള ഒരാൾ വേറെ ഇല്ല എന്നെല്ലാം അതിരൂക്ഷമായ രീതിയിലേക്കാണ്. വ്യക്തിപരമായി തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പരസ്യമായി അധിക്ഷേപം പറഞ്ഞത് കേരളത്തിലെ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളായിരുന്നില്ല. കേരളത്തിൽ രണ്ടുപേരാണ് പറഞ്ഞത്. അത് ഒന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും മറ്റൊന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായിരുന്നു. ഈ രണ്ടുപേരുമാണ് ഇന്നിപ്പോൾ മലക്കമറിയുകയും രണ്ടുപേരും യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ വിജയം പ്രവചിക്കുകയും ഒക്കെ ചെയ്ത രണ്ടുപേരാണ്. ഇന്നിപ്പോൾ UDF വിജയിച്ചു വന്നപ്പോൾ UDFൽ നിന്ന് ആര് മുഖ്യമന്ത്രി ആവണം എന്നതിൽ അഭിപ്രായം പറയാനാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവർ രണ്ടുപേരും പറഞ്ഞു വെച്ചത് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ് അവർ രണ്ടുപേരുടെയും ഒരു പിന്തുണ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആവണം എന്ന് തന്നെയാണ് പരോക്ഷമായി പറഞ്ഞു വെച്ചത്. ഒപ്പം ആദ്യം സുകുമാരൻ നായരാണ് രാവിലെ തുടങ്ങിയത്. അത് അവർ രണ്ടുപേരും പറയുന്നത് തുടക്കത്തിൽ പറയുന്നു ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. പക്ഷേ കോൺഗ്രസ് പരിചയം നോക്കണം. ആദ്യം തന്നെ സുകുമാരൻ നായർ പറയുന്നത് ഇത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മിടുക്കുകൊണ്ടുണ്ടായ വിജയമാണെന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട്. അത് അങ്ങനെയൊന്നുമല്ല. പരിചയസമ്പന്നരായ നേതാക്കൾ ആവണം മുഖ്യമന്ത്രി ആവേണ്ടത്. അങ്ങനെയാണ് കോൺഗ്രസ് തീരുമാനിക്കുക എന്ന് കരുതുന്നു. അവിടെ അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം രമേശ് ചെന്നിത്തലയ്ക്കാണ് പിന്തുണ എന്ന് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇവർ KC വേണുഗോപാൽ ഇവരെക്കാളൊക്കെ ശക്തനായ കരുത്തരായ നേതാവായതുകൊണ്ട് KC വേണുഗോപാലിനെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ KC വേണുഗോപാലിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹത്തിന് ഒരു അനിഷ്ടമുണ്ടാകുന്ന തരത്തിൽ പറയാനോ രണ്ടുപേരും തയ്യാറല്ല. അങ്ങനെ ഒരു തന്ത്രം എന്തായാലും രണ്ടുപേരും കാണിക്കുന്നുണ്ട്. രണ്ടാമത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഒരു പരിധി കൂടി കടന്ന് പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. അദ്ദേഹം കൈ ചൂണ്ടി ഈ സർക്കാരിനെ 5 വർഷം നയിച്ചതാണ്. സർക്കാരിൻ്റെ ചെയ്തികൾക്ക് നേരെ വിരൽ ചൂണ്ടി തന്നെ നയിച്ച ഒരു നേതാവാണ് എന്നൊക്കെ പറയുന്നു. അതിനുശേഷം അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത് രമേശ് ചെന്നിത്തല ഏറെ സീനിയറായ നേതാവാണ്, അദ്ദേഹം പലതവണ അവസരം വിട്ടുകൊടുത്ത ഒരു നേതാവാണ് എന്നെല്ലാം പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ പരമയോഗ്യനായ ആളാണ്, അല്ലെങ്കിൽ ഇന്ത്യ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ് KC വേണുഗോപാൽ എന്നും കേരളത്തിൻ്റെ വിജയശില്പി അത് KC വേണുഗോപാലാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ മൂന്നാമത്തെ നേതാവ് KC വേണുഗോപാലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം ഈ കേരളത്തിൽ ചെറിയ പുല്ല് തിന്നാൻ വേണ്ടി കേരളത്തിൽ വരുമ്പോൾ വലിയ കരിമ്പിൻ തോട്ടങ്ങളൊക്കെ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങൾ കിടക്കുകയല്ലേ, അവിടെയൊക്കെ അല്ലേ അദ്ദേഹം പോകേണ്ടത്, ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു വെക്കുന്നു. എന്തായാലും ഈ രണ്ടുപേരുടെയും മലക്കം മറിച്ചിൽ വലിയ കൗതുകമുണ്ടാക്കുന്നതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ തമാശയാണ് എന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ലേശം ഉളുപ്പ് എങ്കിലും ഈ രണ്ടുപേർക്കും ഇല്ലാത്ത രീതിയിലാണ് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ചർച്ചയിൽ തങ്ങളുടെ താല്പര്യം ഇതാണ്, അതിൽ ഇടപെട്ടുകൊണ്ട് രണ്ടുപേരും ഒന്നിനു പിറകെ ഒന്നായി വാർത്താ സമ്മേളനം നടത്തി അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു. മലക്കം മറിയുകയാണ് വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും. കോൺഗ്രസ് സർക്കാർ രൂപീകരണത്തിൽ തങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് ഇടപെടാനാണ് ഇരുവരും. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടും പ്രതികരിക്കുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരാജയത്തിൽ പ്രാഥമിക
പ്രതികരണത്തിനോ വിജയികളെ അഭിനന്ദിക്കാനോ പോലും പിണറായി വിജയൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് പ്രത്യേകത. ഇന്നലെയാണ് കണ്ണൂരിൽ നിന്നും തലസ്ഥാനത്തെത്തിയത് മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്താൻ CPM CPIയുടെ നേതൃയോഗങ്ങൾ തലസ്ഥാനത്ത് തുടരുകയാണ്. സംസ്ഥാന സെക്രട്ടറിമാരെ ഒഴിവാക്കണമെന്ന ആവശ്യങ്ങൾ ഇരു പാർട്ടിയിലും ഉയരുന്നുണ്ട്. ഇതാണ് സവിശേഷ സാഹചര്യം ഇരു പാർട്ടിയിലും. ഇതൊരു പരാജയമാണ്. പരാജയത്തിന് വേറൊരു പേരില്ല, പേരൊന്ന് മാത്രം, പരാജയം. അങ്ങനെ പരാജയം സംഭവിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും അതോടെ കളവഴിഞ്ഞു പോകുന്നില്ല, മാറത്തടിച്ച് നിലവിളിക്കാനും പോകുന്നില്ല. ഞങ്ങളതിന് പാഠങ്ങൾ പഠിക്കും, ഗൗരവമായി പഠിക്കും. എവിടെയെല്ലാം വീഴ്ചയുണ്ടായി, എന്തെല്ലാം കുറവുണ്ടായി, ഇതെല്ലാം നോക്കും. എന്നിട്ട് എന്തെല്ലാം മാറ്റം വേണമോ ആ മാറ്റങ്ങളെല്ലാം വരുത്തും. എവിടെയെല്ലാം തിരുത്തൽ വേണമോ ആ തിരുത്തലും വരുത്തും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും മുമ്പോട്ടേ പോകാൻ പറ്റും. ഞങ്ങളിവിടെ ഉണ്ടാകും, ജനങ്ങളുടെ കൂടെ. ഇത്രത്തോളം വലിയ പരാജയം പ്രതീക്ഷിച്ചിരുന്നു? കാരണം ഇല്ല. അതൊരു ഭരണവിരുദ്ധ വികാരമാണ്. അല്ല, ഞങ്ങളെല്ലാം പ്രതീക്ഷയ്ക്ക് അതീതമായിട്ടുള്ളൊരു ഫലം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതേപ്പറ്റി ഗൗരവമായി പഠിക്കേണ്ടതുണ്ട്. എല്ലാ തലങ്ങളിലും പഠിക്കണം. അതിനുവേണ്ടിയുള്ള ഒന്നാം സ്റ്റെപ്പാണ് ഇപ്പോൾ പാർട്ടി കമ്മിറ്റി കൂടാൻ പോവുകയാണ്. തുടർന്ന് എല്ലാ ജില്ലകളിലും പാർട്ടി കൂടും, എല്ലാ ജില്ലകളിലും പാർട്ടി വിലയിരുത്തും. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ വളരെ വൈകാതെ സ്റ്റേറ്റ് കൗൺസിൽ യോഗം ചേരും. പാർട്ടി വേണ്ട മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകും. ആ തിരുത്തലൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് ഞങ്ങളെല്ലാം കാണാത്തൊരു അടികൾക്കുണ്ടായിട്ടുണ്ട്. ഒരു പാർട്ടിക്കും ഇടതുപക്ഷത്ത് മുൻകൂട്ടി കാണാനാകാത്ത അടികൾക്കുണ്ടായിട്ടുണ്ട്. അതേപ്പറ്റി ഞങ്ങൾ പഠിക്കണം. VV അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, തെരഞ്ഞെടുപ്പിനെ നയിച്ചത് ഇടതു മുന്നണിയിൽ മുഖ്യമന്ത്രിയാണ്. ഒപ്പം തന്നെ മുന്നണിയുടെ നേതാവും മുഖ്യമന്ത്രിയായിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവി നടന്നിട്ട് ഇതാ ഇപ്പോൾ 3-ാം ദിവസത്തേക്ക് വരികയാണ്. ഇതുവരെ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പോലും ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വൈകിട്ട് വിളിച്ചിരിക്കുന്നത് MV ഗോവിന്ദനാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? പ്രതികരണം ഇനിയും വൈകുമോ? മാധ്യമങ്ങളെ കാണുമോ? ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനം സംബന്ധിച്ച ഒരു തീരുമാനം CPM-ൽ ഇന്ന് തന്നെ ധാരണയുണ്ടാകുമോ? സഹിത പിണറായി വിജയന്റെ പ്രതികരണം ഇനിയും വൈകുമെന്ന് തന്നെയാണ് സൂചനകൾ. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കില്ല. ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നാളെയോ അടുത്ത ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ. ഒരു കൃത്യമായ സമയം ഇതുവരെയും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് ഏത് സമയം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗമാണ് തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താനും പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന് തീരുമാനിക്കാൻ ഇപ്പോൾ ഇന്ന് രാവിലെ ചേർന്നത്. ഇപ്പോൾ അത് ഉച്ചപക്ഷത്തിൽ പിരിഞ്ഞിരിക്കുകയാണ്. 3 മണിക്ക് വീണ്ടും യോഗം ചേരുന്നുണ്ട്. രാവിലെ ഓരോ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ജില്ലാ ചുമതലയുള്ള സെക്രട്ടറി അംഗങ്ങൾ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയും അതിന് മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും മറുപടി പറയുകയും ചെയ്യും. അതിനുശേഷമാകും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക, ആലോചനയുണ്ടാവുക. ജനറൽ സെക്രട്ടറി MA ബേബിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണമെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയുടെയും PBയുടെ കൂടി അനുമതി ആവശ്യമുണ്ട്. ബേബി പങ്കെടുക്കുന്നുണ്ട് തന്നെ അവരുടെ നിലപാട് ഒരുപക്ഷെ അവിടെ അറിയിച്ചേക്കും. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കും വന്നേക്കുമെന്നുള്ളതാണ്. പിണറായിയാണ് കേരള തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. വലിയൊരു പരാജയത്തിന്റെ മധ്യത്തിൽ പാർട്ടിയും മുന്നണിയും ഇട്ടുപോകുന്നുവെന്ന പ്രതീതി പിണറായി മാറുന്നാൽ ഉണ്ടാകും. ഇപ്പോൾ തന്നെ പ്രതിഫലം ശുഷ്കമാണ്, ദുർബലമെന്ന ഒരു പ്രതീതിയുണ്ട്. അത്രയധികം ശക്തമായ ഭരണപക്ഷ നിരയുണ്ട്. 102 ഭരണപക്ഷ MLA-മാർ ഉണ്ടാകും, 3 BJP MLA-മാരുമുണ്ട്. അവിടെ തീർത്തും ദുർബലമായ ഒരു പട വിട്ട ശേഷം പടനായകൻ മാറി നിന്നാൽ അത് ഏത് തരത്തിലുള്ള സന്ദേശമാണ് നൽകുമെന്ന ചോദ്യം ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ പിണറായി വരുന്നതിനോട് പൂർണ്ണ യോജിപ്പ് എല്ലാ തലങ്ങളിലും ഉണ്ടെന്ന് മനസ്സിലാക്കാനും കഴിയില്ല. കാരണം ഒരു തലമുറ മാറ്റം വേണം. ഇനിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പുതുതലമുറയെ ഏൽപ്പിക്കുന്നത് എന്ന ചോദ്യവും CPM നേതൃത്വം നേരിടുന്നുണ്ട്. പിണറായിയുടെ നിലപാടിൽ ഇപ്പോഴും വളരെ നിർണായകമാകും. ചുരുങ്ങിയ കാലയളവിലേക്കെങ്കിലും പിണറായി വിജയൻ പ്രതിപക്ഷത്തെ നയിക്കട്ടെ എന്നൊരു ധാരണയിലേക്ക് CPM പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ സെക്രട്ടറി വരുന്ന ചർച്ചകൾ കൂടി അടിസ്ഥാനമാക്കിയാകും ഒരു തീരുമാനമുണ്ടാവുക. അരുൺ സൂചിപ്പിക്കുന്നതാണ് കാര്യം. എന്തായാലും പിണറായി വിജയൻ എന്തായാലും എങ്ങനെ തോറ്റു ഇത് സംബന്ധിച്ച ഒരു പ്രതികരണമോ അല്ലെങ്കിൽ വിജയിച്ച മുന്നണിയെ അഭിനന്ദിക്കാനോ പോലും തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉടൻ പ്രതീക്ഷിക്കേണ്ടതില്ല. വരും ദിവസങ്ങളിൽ അതുണ്ടാവുമെന്ന് കരുതാം. അതേസംബന്ധിയും തോൽവി സംബന്ധിച്ച വിശദമായ പരിശോധന CPM നടത്തുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. MV ഗോവിന്ദനെതിരെ കടുത്ത വിമർശനവുമായി അണികൾ. CPM കേരള എന്ന FB പേജിലാണ് വിമർശന വർഷമുണ്ടായത്. വാർത്താ സമ്മേളനം അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റിന് താഴെയാണ് കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടത്.
ഭാര്യയ്ക്ക് സീറ്റിനായി 3 ജില്ലകൾ ഇല്ലാതാക്കിയെന്നും സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാജിവെക്കണമെന്നുമാണ് ആവശ്യപ്പെടുന്നതാണ് കമന്റുകൾ ഏറെ. പിണറായി ഏകാധിപതി എന്ന രൂക്ഷ വിമർശനവുമായി സെബാസ്റ്റ്യൻ പോൾ. അഹങ്കാരത്തിന്റെ ഭാഷയാണ് ജനങ്ങൾ കണ്ടത്. ഭരണവിരുദ്ധതയല്ല, പിണറായി വിരുദ്ധതയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ഏകാധിപത്യ ശൈലിയെ ജനങ്ങൾ വെറുത്തു. അദ്ദേഹത്തിന്റെ ഭാഷ ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും പരമമായ അവസ്ഥയായി. കോടിയേരി ബാലകൃഷ്ണന്റെ കാലം കഴിഞ്ഞതോടെ പാർട്ടി സെക്രട്ടറി ഉണ്ടോ എന്ന് പോലും സംശയമാണെന്നും സെബാസ്റ്റ്യൻ പോൾ ന്യൂസ് 18 പറഞ്ഞു. ഭരണവിരുദ്ധതയല്ല ഞാൻ കാണുന്നത്, മറിച്ച് പിണറായി വിരുദ്ധത. പിണറായി മാറണം, പിണറായി രംഗം വിടണം എന്ന് കേരളത്തിലെ ജനങ്ങൾ വളരെ അർത്ഥശങ്കയില്ലാത്ത രീതിയിൽ ശക്തമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ആവർത്തനം എന്നതുപോലെ 5 വർഷം മുമ്പ് പിണറായിക്ക് എത്ര സീറ്റ് ജനങ്ങൾ നൽകിയോ എന്നാൽ അത്രയും തന്നെ സീറ്റ് ഇപ്പോൾ UDFന് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ, അതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ഒരു ചോദ്യം ചോദിക്കാൻ തുനിഞ്ഞ സഖാവിനോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതാ ധാർഷ്ട്യത്തിൻ്റെ അഹങ്കാരത്തിൻ്റെയൊക്കെ ഒരു പരമമായ അവസ്ഥയാണ്. അത് ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ആ സഖാവല്ല വീട്ടിൽ പോകേണ്ടി വന്നത്, പിണറായി വിജയന് വീട്ടിലിരിക്കേണ്ട അവസ്ഥയുണ്ടായി. CPMന്റെ തെറ്റുതിരുത്തൽ അധര വ്യായാമം മാത്രമാണെന്ന് TK ഗോവിന്ദൻ. പിണറായി വിജയൻ തോൽക്കുമെന്ന് തോന്നിയപ്പോൾ തനിക്കും വിഷമം തോന്നി. PB അൻവറിന്റെ നീക്കങ്ങളുമായി താൻ സഹകരിക്കില്ലെന്നും തളിപ്പറമ്പിലെ CPMന്റെ വിമത നേതാവ് കൂടിയായ TK ഗോവിന്ദൻ. ഇന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. 10 വർഷക്കാലം ഭരിച്ച ഇടത് ജനാധിപത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. CPMന്റെ പല ശക്തി കേന്ദ്രങ്ങളുമാണ് തകർന്നടിഞ്ഞത്. ഇത് കാണിക്കുന്നത് CPM ഇന്ന് എടുക്കുന്ന നിലപാടുകൾ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. CPM നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകൾ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിനുള്ള തിരിച്ചടിയാണ്. ഇപ്പൊ ജനങ്ങൾ ഞങ്ങളോടൊക്കെ ചോദിക്കുന്നത്, ഇനിയെങ്കിലും നിങ്ങളുടെ പാർട്ടി പാഠം പഠിക്കുമോ എന്ന ചോദ്യമാണ് CPMകാരോട് ജനങ്ങൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഫലം CPMനെ ഒരു പാഠം പഠിപ്പിക്കുന്ന ഒരു ഫലമായിരുന്നു. അത് UDFന് ഏറ്റവും ആവേശകരമായ ഒരു വിജയമാണ് ഈ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ നൽകിയത്. തളിപ്പറമ്പിലെ ജനങ്ങൾ തീർത്തും വിശേഷിച്ചും CPMന്റെ കോട്ടയായിട്ടുള്ള തളിപ്പറമ്പിലെ കേന്ദ്രങ്ങളിലെല്ലാം ആ പാർട്ടിക്കെതിരായ ജനവികാരമാണ് പ്രകടമായിട്ടുള്ളത്. ആ ജനവികാരം തീർച്ചയായിട്ടും ഇവിടെ CPMനെ തിരുത്തിക്കുന്നതിന് പ്രയോജനപ്പെടുമെങ്കിൽ ആ പാർട്ടിക്ക് രക്ഷയുണ്ടാവും. അല്ലെങ്കിൽ ആ പാർട്ടി ബംഗാളിന്റെ മാതൃകയിലേക്ക് ഇവിടുത്തെ കേരളത്തിലെ CPMവും തകർന്നടിയും എന്ന കാര്യത്തിൽ ഞാൻ സംശയമില്ല. തിരുത്താൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ഈ കേരളത്തിലെ ജനങ്ങൾ CPMനോട് ചോദിച്ചിട്ടുള്ളത്. LDFനെതിരെ ആഞ്ഞടിക്കുന്നു CPIയുടെ മുൻ നേതാവ് KE ഇസ്മായിൽ. LDFന് ജനങ്ങൾ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റാണിത്. ജനങ്ങളാണ് യജമാന്മാരെന്ന് ഓർക്കണം. സ്വയം യജമാന്മാരാണെന്ന തോന്നലിനേറ്റ തിരിച്ചടിയാണിതെന്നും ഇസ്മായിൽ പറഞ്ഞു. ഈ പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയണമെങ്കിൽ ജനങ്ങളാണ് യജമാനന്മാർ എന്ന ധാരണ ഉണ്ടാവണം. എവിടെ യജമാനന്മാരല്ല തങ്ങളാണ് യജമാനന്മാർ എന്ന് തോന്നലുണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഈ അവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആർക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അവർക്കൊക്കെ ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളാണ് യജമാനന്മാർ, അതിനൊരു മാറ്റമില്ല. അവരെ ചെറുതാക്കി കാണാനും അവരെ പരിഗണിക്കാതെ മറ്റു ചിലരെ പരിഗണിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നതൊക്കെ പരമാബദ്ധമാണ്. അത് ഇതിൽ ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട്. CPMും അത് പരിഗണിക്കും, പരിശോധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളുടെ പാർട്ടിയും അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കുന്നതിലൂടെ മാത്രമേ ഒരു നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയൂ. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിണറായി വിജയൻ രാജിവെക്കുകയാണ് വേണ്ടതെന്ന് KK രമ. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും വിയർത്താണ് പിണറായി വിജയിച്ചത്. മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും KK രമ പറഞ്ഞു. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നാണ് KK രമയുടെ പ്രതികരണം. പാർട്ടി ആലോചിച്ചിട്ട് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും.
കോൺഗ്രസ് ആരെ തീരുമാനിക്കുന്നോ അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുക, അല്ലാണ്ട് മറ്റ് അഭിപ്രായങ്ങളില്ല. കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്, കോൺഗ്രസ് തീരുമാനിക്കും. സത്യത്തിൽ പിണറായി വിജയൻ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ പരാജയത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ചും പിണറായി പോലുള്ള ഒരു സ്ഥലത്ത് ധർമ്മടം മണ്ഡലത്തിൽ 6 തവണയാണ് ലീഡ് പിറകോട്ട് പോയത്, ഇത് കുറഞ്ഞത്. അപ്പം അത്തരത്തിൽ ഒരു സത്യത്തിൽ അത് പരാജയപ്പെട്ടതാണ്. വിയർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പ്രത്യേകിച്ചും അതുപോലെയുള്ളൊരു പാർട്ടി ഗ്രാമത്തിൽ കുലംകുത്തിയായി വലിയ തോതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് കുലംകുത്തികൾ വിശേഷിപ്പിച്ച് മുന്നോട്ട് പോയ ഒരു ഇരട്ടച്ചങ്കന് വിയർത്ത സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുകയാണ് വേണ്ടത്. കോൺഗ്രസിലും വിമത ശബ്ദങ്ങൾ വരുന്നുണ്ട്. VD സതീശനെതിരെ ഒളിയമ്പുമായി ദീപ്തി മേരി വർഗീസ്. കോൺഗ്രസിൽ ഏകാധിപത്യ പ്രവണത ഉണ്ടാകരുത്. CPMന്റെ പതനം പിണറായി വിജയന്റെ ഏകാധിപത്യം മൂലമാണ്. കൊച്ചി മേയറെ തെരഞ്ഞെടുത്തത് ഏകപക്ഷീയമായി ആണെന്നും ദീപ്തി മേരി വർഗീസ് ന്യൂസ് 18. മുഖ്യമന്ത്രി ചർച്ചകൾ കോൺഗ്രസിനകത്ത് വലിയ രീതിയിലേക്ക് തന്നെ നീങ്ങിയിരിക്കുന്നതിനകത്ത് പലരും തന്നെ അതിൻ്റെ ഒരു അഭിപ്രായം, ആ തെരഞ്ഞെടുപ്പ് രീതികൾ എന്തായിരിക്കണമെന്ന് സംബന്ധിച്ചെല്ലാം തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങുന്നു. നമുക്കൊപ്പം KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ചേരുന്നു. വലിയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏത് രീതിയിലാണത് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ? അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, എല്ലാ കാലത്തും ചെയ്തിരുന്ന പോലെ ആ രീതിക്ക് തന്നെ ആയിരിക്കും നടക്കുക. സ്വാഭാവികമായിട്ടും MLA-മാരുടെ അഭിപ്രായം ചോദിക്കും, ഘടകകക്ഷികളുടെ അഭിപ്രായം ചോദിക്കും. അതിന് ഒബ്സർവേഴ്സ് വരുന്നുണ്ട്. നാളെയൊക്കെ ആയിട്ട് ഒബ്സർവേഴ്സ് എത്തുമായിരിക്കും ഡൽഹിയിൽ നിന്ന്. അവരുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം AICC ഒരു തീരുമാനം എടുക്കുക. അതാണല്ലോ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. ചില ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇത് പരസ്യമായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ രഹസ്യമായിട്ടൊരു ബാലറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് പല രീതിയിലും പല ആളുകൾ പല സമയത്തും പല രീതിയിലൊക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ അതാ ഞാൻ പറഞ്ഞത്, അത് AICC ഏത് രീതിക്കാണ് തീരുമാനിക്കുന്നതെന്ന് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. അത് എങ്ങനെ വേണം എന്നുള്ളത് അത് അവർ തീരുമാനിക്കും. പിന്നെ ഇതിപ്പോൾ രഹസ്യമായിട്ട് വേണോ എന്നുള്ളത് ഇതിനകത്ത് എന്താ നിർബന്ധം എന്നുള്ളത് അറിയില്ല. ഓരോരുത്തർക്ക് അഭിപ്രായം അല്ലെങ്കിലും ഒരു ലീഡർഷിപ്പിനെ അറിയിക്കുകയാണല്ലോ ചെയ്യുക. അതിനകത്തിപ്പോൾ ഇപ്പോൾ കൊച്ചി നഗരസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഞാനിതുപോലെ പറഞ്ഞതാണ്, അത് രഹസ്യമായിട്ട് വേണം വോട്ടെടുപ്പെന്ന് പറഞ്ഞതാണ് മേയറെ തിരഞ്ഞെടുത്തപ്പോൾ. അന്ന് അത് എല്ലാവരും കൂടി തീരുമാനിച്ചു, അതിൻ്റെ ആവശ്യമില്ല, പരസ്യമായി എല്ലാവരെയും കൂടെ നിർത്തി അങ്ങ് ചോദിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. ഞാനതിന് വഴങ്ങുമായിരുന്നല്ലോ. എനിക്കതിൻ്റെ അകത്ത് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അതിന് വഴങ്ങി. കാരണം പാർട്ടി ഒരു തീരുമാനം അങ്ങനെ എടുക്കുകയാണ്. ഞാൻ അതിൻ്റെ അകത്തൊരു ഫൈറ്റ് ചെയ്യാൻ പോയില്ല. എനിക്ക് അതിന് മറ്റൊരാളെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാനതിപ്പോൾ പാർട്ടിയോടൊപ്പം നിന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. അതാണല്ലോ പാർട്ടിയോട് കൂറുള്ളവരങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. ഒരാളുടെ ഒരു എഫർട്ട്, അങ്ങനെ ആരുടെയെങ്കിലും കൂടുതൽ എഫർട്ട്, അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ആരുടെയെങ്കിലും പേരുകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എല്ലാവരും ഒരേ എഫർട്ട് തന്നെയാണോ? ആരുടെയെങ്കിലും ഒരാളുടെ പേര് കൂടുതലായി ചർച്ചപ്പെടുന്നു, അത് ത്രാസിൽ വെച്ച് നമുക്ക് അളക്കാനൊന്നും പറ്റില്ലല്ലോ. പല അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖം മാത്രം വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട CPMൻ്റെ ഒരു രീതി, അപ്പോൾ മറ്റൊരു നേതാവും വേണ്ട, ഞാൻ മാത്രം മതി എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഏകാധിപത്യ പ്രവണതയായിരുന്നു. അതെല്ലാവർക്കും ഒരു പാഠമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ വലിയ പതനമാണ് ഇപ്പോൾ കണ്ടത്. കോൺഗ്രസ് അങ്ങനല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചപ്പോഴും ടീം UDF എന്ന് അതുകൊണ്ടല്ലേ പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരാൾ ഇച്ചിരി കൂടുതൽ വർക്ക് ചെയ്തു, ഒരാൾ കുറവാണ് വർക്ക് ചെയ്ത്, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അവരവരുടെ റോളുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അദ്ദേഹം ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അദ്ദേഹം വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ആളാണ്. പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായി പ്രവർത്തിച്ച ആളാണ്. അതുപോലെ തന്നെ ഇവരെല്ലാം മത്സരത്തിലേക്ക് പോകുമ്പോൾ തെരഞ്ഞെടുപ്പും അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്തും മുഴുവൻ നമ്മൾ വിസ്മയങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. വിസ്മയങ്ങൾ കണ്ണൂർ 2 നടന്നു, ആലപ്പുഴയിൽ 1 നടന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അധികം പ്രയാസമുണ്ടാക്കിയതായിരുന്നു ആ തോമസിനെ അന്ന് ചെടിച്ചട്ടി കൊണ്ട് തല്ലിയത്. ആ തോമസിനെ സ്ഥാനാർത്ഥിയായി ജയിപ്പിച്ചെടുത്തു. വലിയ വിസ്മയമാണത്. അപ്പോൾ അതുപോലെ വിസ്മയങ്ങൾ തീർക്കാൻ ശ്രീ KC വേണുഗോപാൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ റോൾ ചെയ്തു. AICCക്ക് വലിയ റോളുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വലിയ റോളുണ്ടായിരുന്നു AICC എല്ലാ അർത്ഥത്തിലും. ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഫീൽഡിലിറങ്ങി പ്രവർത്തിക്കുകയായിരുന്നു. ദീപാദാസ് മുൻഷി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ റോളുണ്ട്. ആരെങ്കിലും ഒരാൾ ഇച്ചിരി കൂടുതൽ വർക്ക് ചെയ്തു, ആ വർക്കിനൊന്നും അങ്ങനെ അളവ് പോലൊന്നും വയ്ക്കാൻ പറ്റില്ല. പിന്നെ
വർക്കിന് അളവുകോല് വെച്ച് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഇത് മുൻകാലങ്ങളിലുള്ള പല കാര്യങ്ങളും നമുക്ക് പറയേണ്ടതായിട്ട് വരും. അങ്ങനെ അളവുകോലൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഉചിതമായ ഒരാളെ ഉചിതമായ സമയത്ത് തീരുമാനിക്കാൻ കെൽപ്പുള്ള AICC നേതൃത്വമുണ്ട്. അവരത് തീരുമാനിക്കും. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ വൈകാതെ തന്നെ അതിനൊരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയേക്കുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ദീപ്തി പറഞ്ഞു വയ്ക്കുന്നതും നേരത്തെയും ഇത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു. കൊച്ചിൻ കോർപ്പറേഷൻ്റെ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അത്തരം ചർച്ചകളിലേക്ക് വന്നിരുന്നു. പക്ഷേ ചില അഭിപ്രായ പ്രകടനങ്ങൾ അത് KPCC മാനദണ്ഡങ്ങളടക്കം അതിൽ പാലിച്ചില്ല എന്ന പരിഭവം കൂടി അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനിപോൾ, News 18. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് സംബന്ധിച്ച് വ്യക്തമായ നിലപാടുണ്ടെന്നും അത് ശരിയായ സമയത്ത് ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നുമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ നിലപാട്. കോൺഗ്രസിനകത്ത് റീൽസ് രാഷ്ട്രീയം നടത്തുന്ന ചിലർ കടന്നു കയറിയിട്ടുണ്ടെന്നും ആളുകൾ കൂടുന്നയിടത്ത് ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നവരാണ് ഇവരെന്നും ഉണ്ണിത്താൻ വിമർശിച്ചു. നിയന്ത്രിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് തന്നെ ദോഷമുണ്ടാകുന്ന അവസ്ഥയാണിതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ News 18 പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP തന്നെ News 18 ചേരുന്നു. വ്യക്തിപരമായ ഒരു ചോദ്യമാണ്, ആര് മുഖ്യമന്ത്രി ആകണമെന്നാണ് അങ്ങ് വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത്? ഒരു കോൺഗ്രസ്സുകാരൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് എൻ്റെ താല്പര്യം. ഈ ഹൈക്കമാൻഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വന്നാൽ സ്വീകാര്യരാണോ? ഇതൊക്കെ അനാവശ്യമായ ചോദ്യങ്ങളാണ്. കേരളത്തിലെ 63 MLA-മാരെ ജനങ്ങൾ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ മനസ്സറിയാൻ വേണ്ടി ഹൈക്കമാൻഡ് ഒരു നിരീക്ഷക സംഘത്തെ ഇന്ന് തീരുമാനിക്കും. ജനങ്ങൾ വലിയ അംഗീകാരം നൽകിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വരുന്ന ചർച്ചകൾ നല്ലതാണോ? ഞാൻ പറഞ്ഞല്ലോ, 63 MLA-മാരെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഹൈക്കമാൻഡ് നിരീക്ഷകരെ അയക്കുന്നത്. അവരോട് വരും, അവരെ കാണും. അവരെ കണ്ടതിന് ശേഷം പാർട്ടി നേതൃത്വത്തിൽ വിവിധ തലങ്ങളിൽ ചർച്ച നടത്തും. അതിനുശേഷം ഘടകകക്ഷികളുമായി ചർച്ച നടത്തും. ഏറ്റവും അവസാനം MP-മാരെ വിളിക്കും. MP-മാരെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതിയല്ലോ, അല്ലാതെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ കയറി എറിയേണ്ട കാര്യമില്ലല്ലോ. ഈ KC വേണുഗോപാൽ അങ്ങനെ വരുന്നതിനോട് അങ്ങേക്ക് ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പ് അനുകൂലിക്കുന്നുണ്ടോ? അല്ല, നിങ്ങൾ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ സതീശനെ എൻ്റെ ശത്രുക്കളാക്കാൻ ഇറങ്ങി തിരിച്ചാണെങ്കിൽ അത് വേണ്ട. എനിക്ക് ആര് മുഖ്യമന്ത്രിയാകണമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, നിലപാടുണ്ട്. ആ കാഴ്ചപ്പാടും നിലപാടും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും. അതിനൊന്നും എനിക്ക് യാതൊരു പേടിയില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താല്പര്യമുള്ള ആളുകൾ അവരവരുടെ വഴികൾ നോക്കും. സ്വാഭാവികമല്ലേ അത്? എല്ലാ കാലത്തും നടന്നിട്ടില്ലേ? ഏത് കാലത്തായി നടക്കാത്ത? ഗുരുവായൂരിൽ സ്ഥിരമായി ദർശനം നടത്തുന്ന ഒരാൾ പ്രധാനപ്പെട്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് കാണുന്നത്? എന്തായാലും ഗുരുവായൂരപ്പൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആകുമെന്ന് പറയാതിരിക്കുന്നത് നമ്മുടെ ഭാഗ്യമാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്താത്ത ആരാണ്? അങ്ങനെയാണെങ്കിൽ കരുണാകരന് ശേഷം എല്ലാ 1-ാം തീയതി പോകുന്ന ഒരാളാണ് ഞാനാണോ കേരളത്തിൽ മുഖ്യമന്ത്രി ആകേണ്ടത്? പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന ചോദ്യത്തിന് ഇപ്പോൾ ശവത്തിൽ കുത്താൻ തയ്യാറില്ലെന്നാണ് ഷിബു ബേബി ജോണിന്റെ പ്രതികരണം. ജോസ് കെ മാണി ആത്മപരിശോധന നടത്തണമെന്നും ഷിബു ബേബി ജോൺ. 2 MLA-മാർ ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളപ്പോൾ RSPക്ക് 4 MLA-മാരാണുള്ളത്. അന്നേരം അതിൻ്റെ പ്രായോഗിക തലത്തിൽ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകുന്ന അവകാശവാദങ്ങൾ പാർട്ടി മുന്നോട്ട് വയ്ക്കുക. അതത് പാർട്ടിയാണല്ലോ, അതാത് പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാക്കന്മാരെ തീരുമാനിക്കും. ഇന്നലെ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. RSPയുടെ ഇന്ന് തീരുമാനിക്കും. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ആയിട്ടുള്ള തീരുമാനം എടുക്കും. ആ തീരുമാനം എല്ലാ ഘടകകക്ഷികൾക്കും ബാധകമാണ്. അതിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ മറ്റൊരു കക്ഷിയുടെ പാർലമെൻ്ററി പാർട്ടി ആരായിരിക്കണമെന്ന് പറയാനോ ഞങ്ങൾക്ക് അവകാശമില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 മന്ത്രിമാരെ ലഭിക്കണമെന്ന് പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ. പാർട്ടി ചെയർമാൻ ജോസഫിന് ഭരണപരിഷ്കാര ചെയർമാൻ സ്ഥാനം ലഭിക്കുമെന്നും എബ്രഹാം കലമണ്ണിൽ പറഞ്ഞു. വിജയത്തെ എങ്ങനെ കാണുന്നു? ഇത്ര പ്രതീക്ഷിക്കുന്നു? ഞങ്ങൾ വിജയത്തെ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. 10 വർഷം കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം ഭരിച്ച് മുട്ടിച്ച് നശിപ്പിച്ച് ജനം, അതായത് വഴിയെ പോകുന്നവനോട് ചോദിച്ചാൽ പോലും അച്ഛാ ഈ ഭരണം ഒന്ന് മാറിക്കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. പിണറായി സഖാവ് ഓർത്തത് അദ്ദേഹമായിരിക്കും എന്നും കേരളത്തിലെ മുഖ്യമന്ത്രി,
അദ്ദേഹം മരിച്ചാലും ഒരു പക്ഷേ അദ്ദേഹത്തിന് ശവം കൊണ്ടുവച്ചാലും ജനങ്ങൾ കൂട്ടിയൊന്ന് കയറണം അദ്ദേഹം ധരിച്ചിരുന്നത്. ആ ധാരണയ്ക്ക് ഒരു മാറ്റം വന്നു. തിരുവല്ലയിലെ വിജയം കഴിഞ്ഞ കുറെ നാളുകളായി അവിടെ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസ്, തിരുവല്ലയിലെ വിജയം എങ്ങനെയാണ്? അതിനെ പറയുമ്പോൾ കഴിഞ്ഞ നാളുകളെല്ലാം കേരള കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി വിടുമ്പോൾ എല്ലാം ഒരു ചീറ്റും കൂറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഉണ്ടായില്ല. ഒറ്റക്കെട്ടായി എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു വർഗീസ് മാമൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥി. UDF അത് അംഗീകരിച്ചു. അതാണ് UDF അംഗീകരിച്ചു. ജനങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ഒന്നടങ്കം അതിനെ കൂട്ടായ പ്രവർത്തനം ഉണ്ടായി. ജനങ്ങൾ ഇത് കണ്ടു. നിലവിലത്തെ MLA ഇവിടെ 3ാം സ്ഥാനത്ത് പോയി. നിലവിലത്തെ MLA 3ാം സ്ഥാനത്ത് പോയി. 20 വർഷം 25 വയസ്സുള്ളപ്പോൾ കയറിയ ഒരു MLA ആണ് ഈ കാലഘട്ടത്തിൽ 3ാമത് പോയത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇതാ ഞാൻ പറഞ്ഞു. ജനങ്ങൾ വാച്ച് ചെയ്യുന്നു. ജനങ്ങളാണ് ഇതെല്ലാം നമ്മെ വാച്ച് ചെയ്യുന്നത്. ജനപിന്തുണ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. വർഗീസ് മാമൻ അവിടെ നമ്മൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സമുന്നതനായ ഒരു MLA ആയിട്ട് അദ്ദേഹം അവിടെ വാഴും. അദ്ദേഹത്തിന് എല്ലാ ജനപിന്തുണയും ലഭ്യം. കേരള കോൺഗ്രസിന് എക്കാലവും മറന്നിട്ടില്ലാത്ത തിരുവല്ല അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തി. അദ്ദേഹത്തിന് വൻപിച്ച ഭൂരിപക്ഷമാണ്. 8 മത്സരിച്ചത്, 7 വിജയിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പ്രാവശ്യം മന്ത്രിസ്ഥാനം 2 മന്ത്രി ആവശ്യപ്പെടും. 2 മന്ത്രിസ്ഥാനം അവർ സ്വാഭാവികമായിട്ട് തരുമല്ലോ. കാരണം ഞങ്ങൾ 7 MLA-മാരായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം തരും. ഞങ്ങളുടെ PA ജോസഫ് സാറിനെ ഭരണപരിഷ്കാര സമിതിയുടെ ചെയർമാനാക്കി അദ്ദേഹത്തെ നയിക്കും. ഇതൊക്കെ കേരള കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ മധ്യ തിരുവിതാംകൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലയിൽ വേരൂന്നി വളർന്ന് പന്തലിച്ച ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. അതാണ് എന്തായാലും ഈ പ്രാവശ്യം മികച്ചൊരു വിജയം തന്നെയാണ് ജോസഫ് ഗ്രൂപ്പ് നേടിയിട്ടുള്ളത്. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. കനത്ത തോൽവിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൽ ഉൾപാർട്ടി തർക്കം രൂക്ഷമാണ്. മുന്നണി മാറ്റത്തോട് സഹകരിക്കാതിരുന്ന റോഷി അഗസ്റ്റിനാണ് തിരിച്ചടിയുടെ ഉത്തരവാദിത്തമെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്ത് ആരോപിച്ചിരുന്നു. തോൽവിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന പാർട്ടി പദവി ചോദ്യചിഹ്നമായിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പ്രതികരിച്ചു. ജോസ് കെ മാണി വിഭാഗത്തിനെതിരെ ആദ്യം രംഗത്ത് വന്നത് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫാണ്. 2 വാടിക്കൊഴിഞ്ഞെന്നും ഇനി തറവാട്ടിലേക്ക് തിരികെ വരുവാനുള്ള സമയമാണെന്നും ജോസഫ് വ്യക്തമാക്കി. കേരളത്തിൽ ഇനി ഒരു കേരള കോൺഗ്രസ് മാത്രമെന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മനസ്സിലായി എന്നും ജോസഫ് പ്രതികരിച്ചു. ജോസ് കെ മാണിയുടെ പാർട്ടി 12 സീറ്റ് മത്സരിച്ചു. 12 ഇല വാടിക്കൊഴിഞ്ഞു. ചിഹ്നമില്ലാതായിപ്പോയി, അംഗീകാരമില്ലാതായിപ്പോയി. പിന്നെ അപ്പുറത്തുണ്ടായിരുന്ന ഗണേഷ് കുമാറിന്റെ പാർട്ടി ഇല്ലാതായി, ആനരാജന്റെ പാർട്ടി. അവിടെ ഇനി കേരളത്തിൽ ഒറ്റ കേരള കോൺഗ്രസ്. ഇതിനു പിന്നാലെ അപ്പു ജോസഫും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിനെതിരെ രംഗത്തെത്തി. പാർട്ടിയുടെ പേരും ചിഹ്നവും തങ്ങൾക്കാണെന്ന് അവകാശപ്പെട്ട് നടന്ന കേരള കോൺഗ്രസ് എം മത്സരിച്ച സീറ്റുകൾ എല്ലാം പരാജയപ്പെട്ടു. ഇത് കാലം കണക്കു പറഞ്ഞു തീർത്തതാണെന്ന് അബു ജോസഫ് പറഞ്ഞു. ചിഹ്നവും പാർട്ടിയുടെ പേരുമൊക്കെ തങ്ങൾക്കായി എന്ന് അവകാശപ്പെട്ട് കിടന്ന ഒരു വിഭാഗം ഇന്ന് 12 തോൽക്കുകയും യഥാർത്ഥ കേരള കോൺഗ്രസ്, കർഷകരോടൊപ്പം നിൽക്കുന്ന കർഷക ശബ്ദമായ PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് 8 സീറ്റ് മത്സരിച്ച് 7 സീറ്റിലും ഉജ്ജ്വല വിജയം നേടുക എന്ന് പറയുന്നത് അത് കാലം ഒരു കണക്ക് പറഞ്ഞു തീർത്തതാണ്. കനത്ത തോൽവിക്ക് പിന്നാലെ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ കേരള കോൺഗ്രസ് എമ്മിൽ വലിയ അമർഷം പുകയുകയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്ത് റോഷിക്കെതിരെ രംഗത്തെത്തി. പാർട്ടിയെ വലിയ തോൽവിയുടെ പടുകുഴിയിലേക്ക് നയിച്ചത് റോഷിയാണെന്നാണ് ജയകൃഷ്ണന്റെ ആരോപണം. അഴിമതി അടക്കമുള്ള ആരോപണങ്ങളാണ് ജയകൃഷ്ണൻ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി ഭീഷണിപ്പെടുത്തിയാണ് റോഷിയെ മുന്നണിയിൽ നിർത്തിയത് എന്നടക്കമുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പാർട്ടിയിലെ 99.9% ആളുകൾ തയ്യാറായതാണ്. അധികാരത്തിൽ നിന്നും മാറുവാൻ ഒട്ടും താല്പര്യം കാണിക്കാതിരുന്ന റോഷി അധികാരത്തോടുള്ള താല്പര്യത്തിന്റെ പേരിൽ മാത്രം ഈ പാർട്ടിയെ ഒറ്റുകൊടുത്തുകൊണ്ട് ചെയർമാനെ ബലിയാടാക്കുകയാണ് ചെയ്തത്. ജയകൃഷ്ണന്റേത് പാർട്ടിയിലെ ആദ്യത്തെ പൊട്ടിത്തെറിയാണെന്നാണ് വിലയിരുത്തൽ. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ റോഷിക്കെതിരെ രംഗത്തെത്തുവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നീക്കവും ഏറെ ചർച്ചയാകും. ന്യൂസ് 18 ഇടുക്കി. കോൺഗ്രസിന്റെ ചരിത്ര വിജയത്തിന് പിന്നാലെ അവകാശവാദവുമായി CSI ദക്ഷിണ കേരള മഹാ ഇടവക.
സഭയുടെ പ്രതിനിധികളായി കോൺഗ്രസ് സീറ്റുകളിൽ മത്സരിച്ച 3 പേർക്കുമുണ്ടായത് മികച്ച വിജയം. സർക്കാർ രൂപീകരിക്കുമ്പോൾ അർഹമായ പരിഗണന നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും CSI ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻഡ് ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെൻ ന്യൂസ് 18നോട്. തന്ത്രപരമായ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമം കോൺഗ്രസ് ക്യാമ്പ് ദേശീയ തലത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് CSI ദക്ഷിണ കേരള മഹാ ഇടവകയുടെ സെക്രട്ടറിയായ PT പ്രവീണിനെ വിളവങ്കോട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ളൊരു നിർണായകമായ നീക്കം തന്നെയായിരുന്നു. അതിൻ്റെ പ്രതിഫലനം കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെല്ലാം ഉണ്ടാകും എന്നൊരു വിശ്വാസം കോൺഗ്രസ് ക്യാമ്പിനുണ്ടായിരുന്നു. അത് ഏറെക്കുറെ ഫലം കണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ CSI ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ബിഷപ്പ് ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെൻ എന്നോടൊപ്പം ചേരുന്നു. ഏത് തരത്തിലാണ് അദ്ദേഹത്തിന് പ്രവീണിന് വലിയൊരു ഭൂരിപക്ഷമാണ് വിളവങ്കോട് ലഭിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു വിജയത്തെ നോക്കിക്കാണുന്നത്? ഡോക്ടർ TT പ്രവീൺ, അദ്ദേഹം വിളവൻകോട് നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ദക്ഷിണ കേരള മഹാഇടവകയ്ക്ക് ഒരു വലിയ സന്തോഷത്തിൻ്റെ കാര്യമാണ്. അദ്ദേഹം ഈ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തെ പ്രശോഭിച്ച് അപ്രകാരം വളർന്നു വന്ന ഒരു കോൺഗ്രസിൻ്റെ ലീഡറും കൂടിയാണ്. ഇപ്പോൾ നമുക്ക് സന്തോഷപ്രദമായി തോന്നിയൊരു കാര്യം, കോൺഗ്രസ് നമ്മുടെ ഡയസിസിലുള്ള 3 കാൻഡിഡേറ്റ്സിന് കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് മത്സരിക്കാനായിട്ടുള്ള അവസരം നൽകി. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നമ്മുടെ ഡയസഷൻ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ TT പ്രവീൺ, അദ്ദേഹം ഒരു വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടെയാണ് അവിടെ വിജയിച്ചത്. 21,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഒരുപക്ഷെ തമിഴ്നാട്ടിലുള്ള മറ്റ് കോൺഗ്രസ് കാൻഡിഡേറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വരിക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ളൊരു സംഗതിയല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ഒരു 3 കാൻഡിഡേറ്റ്സിനെ തന്നു, അതൊരു സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിജയത്തെ ഞങ്ങൾ പ്രത്യേകിച്ച് ഡയസസായിട്ടൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആഭിമുഖ്യം പുലർത്തിയിരുന്നില്ല. ഞങ്ങൾ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളെയും ഡയസസ് സഭ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക, അതിനനുസരിച്ച് വിവേകപൂർണമായിട്ടുള്ള ഒരു തീരുമാനം അവരുടെ സമ്മതിദാനാവകാശത്തിൽ പ്രതിഫലിപ്പിക്കുകയൊക്കെയായിരുന്നു ഡയസസിൻ്റെ തീരുമാനം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് നഷ്ടപ്പെട്ട മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർവേഷനും അതോടൊപ്പം തന്നെ ദളിത് ക്രിസ്ത്യൻസിന് ഇത്രയും കാലത്തിനുള്ളിൽ റിസർവേഷൻ ലഭിക്കാത്തതുമൊക്കെ തുടങ്ങിയുള്ള ഇഷ്യൂസ് ജനങ്ങളൊരു ഗൗരവമായിട്ടുള്ള പ്രശ്നമായിട്ട് കണ്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഇപ്പം UDFൻ്റെ സർക്കാർ കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയാണ്. അടുത്ത ദിവസങ്ങളിൽ മന്ത്രിസഭ രൂപീകരിക്കുക. എന്താണ് ഈ CSI സഭ മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി എന്താണ് സർക്കാരിൻ്റെ മുമ്പിലേക്ക്? ഈ പറയുന്ന റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ അതിനപ്പുറത്തെ മറ്റെന്തെങ്കിലും? അല്ല, ഈ റിസർവേഷൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. പിന്നെ ഈ ജനപ്രതിനിധികളെ, പ്രത്യേകിച്ച് നമ്മുടെ ഡയസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉന്നത സ്ഥാനങ്ങളൊക്കെ കൊടുക്കുന്നത് ഓരോ പാർട്ടികൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതേസമയം നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ഉന്നതമായിട്ടുള്ള ഏതെങ്കിലും പൊസിഷൻസോ സംഗതികളോ ഒക്കെ ഗവൺമെൻറ് നൽകുന്നത് നമുക്ക് വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? അതേസമയം അതിന് ഒരു തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഇപ്പോൾ ബിഷപ്പ് സാധാരണ ഒറ്റയ്ക്ക് അങ്ങോട്ട് പ്രസ്താവന നടത്തുന്നതിൻ്റെ രീതി, നമുക്കിവിടെ ഓഫീസ് ബെയറേഴ്സ് ഉണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു തീരുമാനം ഉടനെ അറിയിക്കാനേ സാധ്യതയുള്ളൂ. അല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഞാൻ അതിനൊരു അഭിപ്രായമായിട്ട് പറയുന്നില്ല. വളരെയധികം നന്ദി. താങ്ക് യു. കോന്നിയിൽ BJP കോൺഗ്രസ് ഡീൽ നടന്നതായി KU ജനീഷ് കുമാർ. UDF കൺവീനർ അടൂർ പ്രകാശ് ആണ് ഡീലിന് നേതൃത്വം നൽകിയത്. BJPയുടെ വോട്ട് കുറഞ്ഞതും ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്നും ജനീഷ് കുമാർ പറഞ്ഞു. പിന്നെ പ്രതീക്ഷിച്ച ഭൂരിപക്ഷം നാട്ടുകാർ പ്രതീക്ഷിച്ച ഭൂരിപക്ഷം ലഭിച്ചില്ല. പക്ഷെ ഞങ്ങൾക്ക് പ്രതീക്ഷ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, UDFും BJP ഒന്നിച്ചാണ് മത്സരിച്ചത്. കഴിഞ്ഞ 2 തവണ സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ച മണ്ഡലം, 46,000 വോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിടിച്ച മണ്ഡലം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 34,000 വോട്ട് പിടിച്ച മണ്ഡലം. അവിടെ ആ മണ്ഡലത്തിൽ
BDJS കൊടുക്കുന്നു. BDJS കൊടുക്കുമ്പോൾ തന്നെ BDJS ദുർബലനായ സ്ഥാനാർത്ഥിയെ ഇടുന്നു. അതെല്ലാം UDF കൺവീനറുടെ ഒരു ഗൂഢാലോചന ഭാഗമായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ബന്ധുവായ വ്യവസായിയും എല്ലാം ചേർന്ന് BJPയുമായി ഉണ്ടാക്കിയിട്ടുള്ള BJP സംസ്ഥാന നേതൃത്വവുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡീലായിരുന്നു. ആ ഡീലിന്റെ ഭാഗമായിട്ടാണ് ആ നിലയിലേക്ക് അവരുടെ ഒരു ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനം അവിടെ നടന്നത്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കോന്നിയിലെ ജനങ്ങൾ വിജയിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വിശുദ്ധ കൂട്ടുകെട്ട് മനസ്സിലാക്കിയ കോന്നിയിലെ ജനങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാസർഗോഡ് AR ക്യാമ്പിൽ തെരഞ്ഞെടുപ്പ് വിജയാഘോഷം. പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പോലീസുകാർ ആഘോഷം നടത്തി റീൽസായി. തുടർന്ന് ത്രിവർണ്ണ പതാക ആലേഖനം ചെയ്ത കേക്ക് മുറിക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിൽ TVK സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ തന്നെ ഉണ്ടാകും. വിജയ്ക്കൊപ്പം 9 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസിന്റെയും ഇടതു പാർട്ടികളുടെയും പിന്തുണയോടെ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാനാണ് ശ്രമം. തമിഴക വെട്രിക്കഴകത്തിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള കത്ത് തമിഴ്നാട് PCC ഇന്ന് ഗവർണർക്ക് നൽകും. കോൺഗ്രസിന്റെ പിന്തുണ തേടി TVK കത്ത് നേരത്തെ നൽകിയിരുന്നു. BJPയുടെയോ NDA കക്ഷികളുടെ പിന്തുണ തേടരുതെന്ന ഉപാധികളോടെയാണ് കോൺഗ്രസ് പിന്തുണ നൽകിയത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകുന്നു വിജയുടെ പാർട്ടിക്ക്. TVKക്ക് ഇത് ഇപ്പോൾ വിജയെ ഷാൾ അണിയിച്ചുകൊണ്ട് പിന്തുണ അറിയിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാദേശിക ഘടകം. അവിടെ എന്തായാലും കോൺഗ്രസിൻ്റെ 5 സീറ്റുകൾ കൂടി ചേരുമ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുകയാണ് TVK അധ്യക്ഷൻ വിജയ്. ഇനി ഇടതു പാർട്ടികളുടെ പിന്തുണയറിയിക്കാൻ വെള്ളിയാഴ്ച ഇടതു പാർട്ടികളുടെ യോഗം ചേരും. അവരും അനുകൂല നിലപാടാണ്. CPMഉം CPIയും കൂടി ചേരുമ്പോൾ 4 പേരുടെ പിന്തുണകൾ ചേരും. അങ്ങനെ നേരിയ കുറവ് മാത്രമാണ്. VCK പോലെയുള്ള മറ്റു പാർട്ടികളുടെ പിന്തുണ കൂടി ഉണ്ടാകും. കിരൺ ബാബു, പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന്. കിരൺ, തമിഴക രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ കാറ്റാണ്. വിജയ് മുഖ്യമന്ത്രിയായി നാളെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ CPM CPIയുടെ പിന്തുണ സംബന്ധിച്ചുള്ള തീരുമാനം എപ്പോഴുണ്ടാകും? എങ്ങനെ ഇവർ കേവല ഭൂരിപക്ഷം തികയ്ക്കും? സജിത്ത, ഇപ്പോഴും അതിനൊരു ആശങ്ക മുന്നിൽ നിൽപ്പുണ്ട്. കാരണം തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയ സ്ഥിതിയിൽ കണക്ക് ഏറ്റവും പ്രധാനമാണ്. 118 സീറ്റുകളാണ്, 234 അംഗ നിയമസഭയിൽ 118 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. പക്ഷേ 108 സീറ്റുകളാണ് TVKക്കുള്ളത്. TVKക്ക് 108 സീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 2 എടുത്ത് മത്സരിച്ച് വിജയിച്ചത് വിജയാണ്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് അതിൽ ഒരു ഇടം രാജിവെക്കേണ്ടി വരും. ഒരു സീറ്റായി മാത്രമേ അതിനെ കണക്കാക്കാൻ കഴിയൂ. അപ്പോൾ 107 ചുരുങ്ങുന്നു. 11 എണ്ണം കൂടി വേണം കേവല ഭൂരിപക്ഷത്തിന് കൃത്യം ഒരെണ്ണം കടക്കാൻ. 118 കടക്കാൻ 11 സീറ്റുകളാണ് വേണ്ടത്. ഇപ്പോൾ 5 സീറ്റുള്ള കോൺഗ്രസ് ആണ് പിന്തുണ പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് MPമാരാണ് ഇപ്പോൾ അവിടെ വിജയിയെ കാണുകയും വിജയ് പരസ്പരം ഷാൾ അണിയിക്കുകയും പരസ്പരം പിന്തുണ കത്തൊക്കെയാണ് ഇപ്പോൾ വിജയ്ക്ക് കോൺഗ്രസ് MLAമാർ 5 MLAമാർ ചേർന്ന് കൈമാറുകയാണ്. അല്പം സമയം മുമ്പ് നമ്മൾ കണ്ടതാണ് പരസ്പരം ഷാൾ ടു സ്വീകരിക്കുന്നു. രണ്ടുപേരും വിജയ് ആദ്യം ഔദ്യോഗികമായി കോൺഗ്രസിന് KC വേണുഗോപാലിന് കത്ത് കൊടുക്കുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് തീരുമാനം വിടുന്നു. അവസാനം സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുന്നു. അവിടെ ഇന്ത്യയിലാകമാനം ഒരു മതേതര ജനാധിപത്യ ചേരി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ വർഗീയതയ്ക്കെതിരായ ഒരു പോരാട്ടം അല്ലെങ്കിൽ അത്തരം ഒരു സർക്കാർ രൂപീകരിക്കുക എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതുകൊണ്ട് കോൺഗ്രസ് മത്സരിച്ചത് DMK സഖ്യത്തിലാണ്. കോൺഗ്രസും CPMഉം CPIയും മുസ്ലിം ലീഗും എല്ലാം മത്സരിച്ചത് DMK സഖ്യത്തിലായിരുന്നു. ആ DMK സഖ്യം വിട്ട് കോൺഗ്രസ് TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. TVKയുടെ മന്ത്രിസഭയിൽ കോൺഗ്രസ് കൂടി പങ്കാളിയാവും എന്നത് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു 6 സീറ്റുകൾ കൂടി അവർക്ക് വരാനുണ്ട്. CPMന് 2 സീറ്റുണ്ട്, CPIക്ക് 2 സീറ്റുണ്ട്. അതോടൊപ്പം തന്നെ ലീഗിനും 2 സീറ്റുണ്ടായിരുന്നു. അതിൽ ലീഗ് അത്തരമൊരു DMKക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്ന് ആണ് ലീഗിൻ്റെ പ്രഖ്യാപനം. കാരണം DMK വിട്ട് TVKയിലേക്ക് പോകുന്നത് ലീഗിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ അത് ഭാവിയിലടക്കം ഗുണപ്പെടില്ല. അതുകൊണ്ട് അത്തരമൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. പക്ഷേ CPMഉം CPIക്കും ഇപ്പോൾ പൂർണ്ണമായും ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. പക്ഷേ അവിടെ ഒരു DMKയുടെ നേതൃത്വത്തിലൊരു സർക്കാർ AIDMKയുടെ നേതൃത്വത്തിലൊരു സർക്കാർ രൂപീകരണത്തിലുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയുക അല്ലെങ്കിൽ TVKയ്ക്ക് ഒപ്പം നിൽക്കുക എന്നുള്ള നിലപാടിലേക്ക് അവർ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 4 സീറ്റുകൾ കൂടി അവിടെ എത്തും. പിന്നീട് VCKയുടെ ഒരു 2 സീറ്റുകളുണ്ട്. അതുപോലെ PMKയുടെ 4 സീറ്റുണ്ട്. പക്ഷേ കോൺഗ്രസ് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അജണ്ട BJPയോ അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെടുന്ന വർഗീയ കക്ഷികളുമായിട്ടോ ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു സഖ്യമോ അല്ലെങ്കിൽ അവരുടെ പിന്തുണയോ സ്വീകരിക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ തരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയില്ല. അപ്പോൾ കൃത്യം സീറ്റിൻ്റെ ഒരു 6 സീറ്റ് കിട്ടുന്നു. ഇപ്പോഴത്തെ 5 സീറ്റ് പ്ലസ് 6 സീറ്റ്, അപ്പോൾ 107 പ്ലസ് 11 118 സീറ്റ്. അങ്ങനെ കൃത്യം സീറ്റുകളുടെ എണ്ണത്തിൽ അവിടെ ഭരിക്കാൻ
നയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സർക്കാർ വരികയും അത് സർക്കാർ ഒരു വിശ്വാസ വോട്ടെടുപ്പിലേക്ക് പോവുകയും ചെയ്താൽ DMK ചിലപ്പോൾ മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു സർക്കാരിനെ പരാജയപ്പെടുത്തിയാൽ അത് DMKക്ക് ചിലപ്പോൾ തിരിച്ചടിയാവും എന്നത് കണ്ടുകൊണ്ട് DMK വോട്ടെടുപ്പിൽ നിന്ന് അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നില്ല, എന്നാൽ എതിർത്തും വോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അനായാസം ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നീട് എപ്പോഴെങ്കിലും രാഷ്ട്രീയ സ്ഥിതി ഏതെങ്കിലും തരത്തിൽ മാറിയാൽ ആ സമയത്ത് മറിച്ച് ആലോചിക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് DMK പോകാനും സാധ്യതയുണ്ട്. എന്തായാലും വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി നാളെയോ മറ്റന്നാളോ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏറി നിൽക്കുന്നത്. യെസ്, അതാണ്. വിജയ് നാളെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. അടയാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. വൈകിട്ട് കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തന്നെയാണ് തമിഴ്നാടിൻ്റെ ചുമതലയിൽ. അദ്ദേഹവുമായി വൈകിട്ട് വിജയ് കൂടിക്കാഴ്ച നടത്തും. CPM-ഉം CPI-യും പിന്തുണ സംബന്ധിച്ച് തീരുമാനം വെള്ളിയാഴ്ച കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ DMK കൂടി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും CPM-ഉം CPI-യും നിലപാടെടുക്കുക. പശ്ചിമ ബംഗാളിൽ BJP സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗാളിലെത്തും. തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തുന്നു, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാടിൽ തുടരുകയാണ് മമതാ ബാനർജി. രാജിവെച്ചില്ലെങ്കിൽ മമതയെ പുറത്താക്കാനാണ് ഗവർണറുടെ നീക്കം. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ബംഗാളിൽ BJPയുടെ വിജയഗാനവും പുറത്തിറങ്ങി. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബനെ പ്രഖ്യാപിച്ചു. കൊച്ചി ക്രൗൺ പ്ലാസയിൽ നടന്ന ചടങ്ങിലായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം. AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ഷെഫീഖിനൊപ്പം കുഞ്ചാക്കോ ബോബനും ചടങ്ങിൽ പങ്കെടുത്തു. 25 വർഷത്തെ പാരമ്പര്യമുള്ള AGD ബ്രാൻഡിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കുഞ്ചാക്കോ ബോബൻ സ്വീകരിച്ച് ഇവിടെ എത്തിപ്പെട്ട അതിൻ്റെ ഒരു ലെഗസി 25 വർഷം പൂർത്തിയായെന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിൽ അതൊരു വിശ്വാസ്യതയും അത് ആൾക്കാരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്വീകാര്യതയും ആണ് തെളിയിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് AGD റീബ്രാൻഡ് ചെയ്യപ്പെടുമ്പോൾ ആ 25 വർഷത്തെ പാരമ്പര്യവും അതേപോലെ തന്നെ ആ വിശ്വാസവും മുന്നിൽ കണ്ട് അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ AGD-യുമായിട്ട് സഹകരിക്കുവാനുള്ള ഒരു അവസരം വന്നപ്പോൾ അത് ഇത് കഴിഞ്ഞ് സ്വീകരിക്കാനുള്ള കാരണം. മലയാളികളുടെ പ്രിയ താരത്തെ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ഷഫീഖ്. ബ്രാൻഡിനെ ബിൽഡ് ചെയ്യുക, ബ്രാൻഡിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെയുള്ള ബ്രാൻഡ് അംബാസിഡറിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതിലൂടെയാണ് പിന്നെ നമ്മൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക. തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ എക്സ്പാൻഷൻസ് ആണ് നമ്മൾ എപ്പോഴും നോക്കുക. കമ്പനിക്കൊരു വിഷൻ ഉണ്ട്, ആ വിഷൻ മോർ ബ്രാഞ്ചസ് ആണ്. അത് പലയിടത്തായിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാരെ അതിനകത്ത് അസോസിയേറ്റ് ചെയ്യാനുള്ള ആഗ്രഹം. 2000-ൽ പ്രവർത്തനം ആരംഭിച്ച AGD നിലവിൽ കായംകുളം, ചങ്ങനാശ്ശേരി, കൊച്ചി എന്നിവിടങ്ങൾക്ക് പുറമെ UAE-ലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. BIS ഹാൾമാർക്ക് ചെയ്ത 916 സ്വർണ്ണാഭരണങ്ങളും IGI സർട്ടിഫൈഡ് ഡയമണ്ടുകളുമാണ് AGD-യുടെ പ്രത്യേകത. UGS ഗോൾഡ് ലോൺ ജീവനക്കാർക്കായി സംഘടിപ്പിച്ച ഫാമിലി മീറ്റ് കഞ്ചിക്കോട് നടന്നു. ഡിസ്ട്രിക്ട് 9 ഹോട്ടലിലായിരുന്നു ഫാമിലി മീറ്റ് നടന്നത്. ചലച്ചിത്ര താരം ധ്യാൻ ശ്രീനിവാസൻ മുഖ്യാതിഥിയായി. UGS ഗോൾഡ് ലോണിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നുള്ള 400ഓളം ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഒത്തുചേരലിന്റെ ഭാഗമായി. പൂർണ്ണമാവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.